നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച് ബോക്സിലേക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ടൊമാറ്റോ എഗ് റൈസിൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മുട്ട എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഞാനൊരു 1/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ, കുട്ടികൾക്കായതുകൊണ്ട്. ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ബീറ്റ് ചെയ്ത മുട്ട അതിലേക്കിട്ട് ജസ്റ്റ് പയ്യെ ഒന്ന് ഇതുപോലൊന്ന് ആക്കിയെടുത്താൽ മതി. ഒത്തിരി കുഞ്ഞു പീസായി പോകണ്ട, കുറച്ച് വലിയ പീസായിട്ട് തന്നെ വേണം മുട്ട നമുക്ക് കിട്ടാൻ. ഇതുപോലെ ഏകദേശം ഇതുപോലെ കിട്ടണം. ഇതൊന്ന് കോരി മാറ്റി വയ്ക്കാം. ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് അതിൽ എണ്ണ ചൂടായി വരുമ്പോൾ ഒരു അരമുറി സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഒരു അരമുറി തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മുട്ടയ്ക്കും ചോറിനും ഒക്കെ ഉപ്പിടുന്നതാണ്, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. നമ്മൾ വേവിച്ച് വെച്ച മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അതും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഞാനിവിടെ നേരത്തെ വേവിച്ച് വെച്ച ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് അരി വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. സാധാരണ നമ്മൾ കഴിക്കുന്ന ചോറും ഞാനിതിൻ്റെ കൂടെ മിക്സ് ചെയ്യാറുണ്ട്, അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. എല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എഗ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.